ഫേഷ്യൽ ബാൻഡ് ആണോ ബിഫോർ മേക്കപ്പ്? ഒരിക്കലുമില്ല. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെയിൻറ്റിങ് പോലെയാണ്, അതൊരു ആർട്ട് തന്നെയാണ് സത്യത്തിൽ. നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല, ഇനി ഒരു വാൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എവിടെയാണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നന്നായിട്ട് റബ്ബ് ചെയ്ത് അത് സ്മൂത്ത് ആക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ പെയിൻറ്റിങ്ങിന് വിചാരിക്കുന്ന പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതേ സെയിം സംഭവം തന്നെയാണ് നമ്മളൊരു ഫേസിൽ. ഇതിനകത്ത് ഇപ്പം ഒരുപാട് ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്കിന്നാണെന്ന് വിചാരിക്കുക. അവർക്ക് നിർബന്ധമായിട്ട് ഫേഷ്യൽ ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് ഫേഷ്യൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഒരിക്കൽ ചെയ്ത സമയത്ത് ഇവിടെയൊക്കെ ഡെഡ് സ്കിൻ ഇങ്ങനെ നിറയെ വന്ന ഒരവസ്ഥ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു. നമുക്ക് അന്ന് സമയം ഉണ്ടായിരുന്നില്ല അത് ക്ലിയർ ചെയ്യാൻ. അപ്പം ഇങ്ങനെ ഒരു ഇത് വരും. അതേ ക്ലീനപ്പെങ്കിലും ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞു. കാരണം ഇത് മേക്കപ്പിൻ്റെ മുന്നേ നമ്മൾ ആ സ്കിന്നിലെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഫേഷ്യലോണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇത് ക്ലീൻ ആവുന്നത് മാത്രമല്ല, ഒരു ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇവർ ഫുൾ മേക്കപ്പിലായിരിക്കും. ഈ ഫേഷ്യൽ ചെയ്തതിൻ്റെ ഗ്ലോയോ കാര്യങ്ങളോ ഒരാളും കാണാൻ പോകണില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ബാക്കിയുള്ള ഇവൻറ്റുകൾക്ക് പോകുന്നതും ഫാമിലി വിസിറ്റിന് പോകുന്നതും ബാക്കിയുള്ള ആൾക്കാർ കാണുന്നത്. ഇത് എന്താ പറയുക, നോക്കിയൻ എന്തോ ഐഫോണിൻ്റെ ബോക്സിൽ ഇത് വന്നെന്ന് പറഞ്ഞിട്ടൊരു ട്രോള് വരുന്നില്ലേ, ഏതാണ്ട് അതേപോലെ ആയിരിക്കും. മേക്കപ്പിൽ കണ്ട ഒരു കുട്ടീനെ മേക്കപ്പ് ഇല്ലാണ്ട് ഒരാൾ കാണുമ്പോൾ ഫേഷ്യലും കൂടെ ചെയ്യാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല അബദ്ധമായിരിക്കും. ഈ കുട്ടീനെ തന്നെയാണ് കല്യാണത്തിന് കണ്ടതെന്ന് ചോദിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് സ്കിൻ അതിനനുസരിച്ച് വൃത്തിയാക്കി ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ടാൻ ഉണ്ടാവും. ഇപ്പം എല്ലാവരും സ്കിന്നിനും ടാൻ ആയിരിക്കും. ആ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് മേക്കപ്പിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പം നമ്മളെ തന്നെ ഒരു ബ്രൈഡ്, ഞാൻ നിക്കാഹിന് നമ്മൾ ഇവിടുന്ന് കസ്മാരയാണ് ഫേഷ്യൽ ചെയ്തത്. ആ കുട്ടീൻ്റെ നിക്കാഹിൻ്റെ മേക്കപ്പ് അടിപൊളിയായിരുന്നു. കാരണം സ്കിന്ന് കസ്മാര ചെയ്യുമ്പോൾ എപ്പോഴും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ബ്രൈറ്റൻ്റെ സ്കിന്നിനകത്ത് മേക്കപ്പ് ചെയ്തപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം വന്ന സമയത്ത് പയ്യൻ്റെ വീട്ടുകാർ വേറെ എവിടെ കൊണ്ടുപോയിട്ട് അവിടെ കസ്മാര അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ ചെയ്തു. പക്ഷേ നമുക്ക് റിസപ്ഷന് ചെയ്തപ്പോൾ ആ ഒരു ഫീൽ ആ കുട്ടീൻ്റെ സ്കിന്നിൽ കിട്ടിയില്ല. കാരണം സ്കിന്നിൻ്റെ കളർ കുറച്ച് താഴെയായിരുന്നു. അപ്പം സ്കിന്നിൻ്റെ ടോൺ എന്താണോ അതിൽ പിടിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാം, അതിൻ്റെ മേലേക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽ ഏതാണെന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത്, അതുപോലെ സ്കിന്നെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ഏതാണോ വേണ്ടതെന്ന് പറയാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. പ്രോപ്പർ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് സ്ഥലത്ത് മാത്രം പോയി ചെയ്യുക. ഈ പ്രൈസ് ആലോചിച്ചിട്ട് വില കുറഞ്ഞ സാധനം മതി, എനിക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ ഏതൊരു സംഭവം റേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന പ്രൈസും കുറവായിരിക്കും. നല്ല വിലയുള്ള ഒരു സംഭവം ഒരാളും നഷ്ടത്തിന് വില കുറച്ച് ചെയ്ത് കൊടുക്കില്ലല്ലോ. അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മളൊരു ഓഫേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതിൽ വില കുറവാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും അത്രേ വില കാണുള്ളൂ.